ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ മാക്ബുക്ക് എല്ലാം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇത്തരത്തിൽ ഈ ഒരു കാര്യമൊന്നും ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അവരുടെ മാക്ബുക്കിൽ പ്രോബ്ലം എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാക്ബുക്ക് എല്ലാം വാങ്ങിയതിന് ശേഷം ഇതിൽ ഏതെല്ലാം ആക്സസറീസ് എല്ലാമാണ് ഇതിന് വാങ്ങേണ്ടത് എന്നെല്ലാം കൺഫ്യൂഷൻ എല്ലാം ഉണ്ടാകാം. പലപ്പോഴും പലരും ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഒരു മാക്ബുക്ക് കവർ ചെയ്യുന്നതിനുള്ള ഇതിനുള്ളൊരു കവർ ഇത്തരത്തിലെല്ലാം ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ അഡീഷണലായി എന്തൊരു ആക്സസറീസും നമ്മൾ കൊടുക്കുമ്പോൾ ഇതെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് റീസെൻ്റായി നടന്നൊരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു വ്യക്തി ഇത്തരത്തിൽ ഈ ഒരു മാക്ബുക്ക് എല്ലാം പർച്ചേസ് ചെയ്തതിന് ശേഷം അവരുടെ കീബോർഡ് എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അഡീഷണലായി ഒരു കാര്യമെല്ലാം ഇതിൽ ആഡ് ചെയ്തിരുന്നു. അതായത് ഒരു ഷീറ്റ് എല്ലാം വാങ്ങി അത് ഇതിന് മുകളിലായി കറക്റ്റായി ഫിക്സ് ചെയ്യുകയെല്ലാമാണ് ചെയ്തത്. എന്നാൽ കുറച്ച് മാസങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവരുടെ മാക്ബുക്കിൻ്റെ സ്ക്രീനിൽ ഇതിലവിടെ കുറേ പാടുകളെല്ലാം വരാൻ തുടങ്ങി. അതായത് അഡീഷണലായി നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു കാര്യം കൊണ്ടാണ് ഇത്തരത്തിൽ അവരുടെ സ്ക്രീനെല്ലാം ഡാമേജ് ആയിരിക്കുന്നത്. അതുപോലെ ഏതൊരു ആക്സസറീസും നിങ്ങൾ നിങ്ങളുടെ മാക്ബുക്കിൽ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യമെല്ലാം ശ്രദ്ധിച്ചിരിക്കണം. പലപ്പോഴും ഇതിൻ്റെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ അതുപോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമെല്ലാം ഉണ്ടോ എന്നെല്ലാം നെറ്റിലെല്ലാം ചെക്ക് ചെയ്യുന്നതെല്ലാം വളരെ നല്ലതായിരിക്കും. കാരണം നമ്മൾ ഒരുപാട് പണമെല്ലാം കൊടുത്താണ് ഇത്തരത്തിൽ ഈ ഒരു മാക്ബുക്ക് എല്ലാം പർച്ചേസ് ചെയ്യുന്നത്. നമ്മൾ ഒരു പക്ഷേ നമ്മുടെ മാക്ബുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വാങ്ങുന്ന പല സാധനങ്ങളും ഇതുപോലെ നമുക്ക് മാക്ബുക്കിന് തന്നെ പണിയെല്ലാം തരാറുണ്ട്. അതിനാൽ തന്നെ ഈ ഒരു കാര്യമെല്ലാം നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം. ഇത്തരത്തിൽ എന്തെങ്കിലും ആക്സസറീസ് എല്ലാം ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ മാക്ബുക്കിന് ഡാമേജ് ഒന്നും വരുത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള അനുഭവമെല്ലാം നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ എല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ അതിലെന്തെങ്കിലും നെഗറ്റീവ് എല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക.